ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലവയൽ ചീനിക്കമൂല എന്ന് പറയുന്ന ഒരു ഹിഡൻ കേവിൻ്റെ ഡെസ്റ്റിനേഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 4 പേരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഇതിലൂടെയാണ് ഗുഹ കയറി പോകേണ്ടത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. എങ്ങനെയൊന്നും തിരിഞ്ഞിക്കില്ല, ഹിഡൻ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ എന്തായിരിക്കും മുന്നോട്ടുള്ള സ്ഥിതി എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് നോക്കി നോക്കാം, ചെന്ന് നോക്കാം. ഒരു 3 ആളും കൂടി അങ്ങോട്ടേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്പലവയലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണ്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു കേവ് വരുന്നത്. ഉള്ളിലേക്ക് കയറി നോക്കാം എന്തായാലും. നല്ല പാറ, ഇരുടാണ്. അപ്പം ആ മേലെ കാണുന്ന ചെറിയൊരു വെളിച്ചമില്ലേ, ആ ഒരു ഇതിലൂട്ട് നമുക്ക് കയറി പോകേണ്ടത്. നടന്ന് കയറി പോകാനാവോ എന്ന് സംശയ. എന്തായാലും കിടന്നിട്ട് കുഞ്ഞിട്ടെല്ലാം പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ കൈ നോക്കിക്കാം. ടോർച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടോർച്ച് അടിച്ചിട്ട് പോയോക്കാം. ഇത് പാമ്പെങ്ങാനുണ്ടെങ്കിൽ എടുങ്ങാറല്ലേ. ഞാനെന്തായാലും മേലോട്ടേക്ക് കാര്യം വെക്കുന്ന ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങോട്ടാരും കാര്യമില്ല തോന്നുത്താ. കുടുങ്ങി, ഒന്ന് വലിച്ചേരോ. അയ്യോ, ഓക്കെ. നമ്മൾ അവിടുന്ന് താഴെ നിന്നാണ് കയറി വന്നത്. ഇവിടെ ഈ ഒരു പൊസിഷൻ എത്തുമ്പോൾ നല്ല റിസ്ക് ഉണ്ട് ഇങ്ങോട്ട് വലിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. കാരണം അത്യാവശ്യം നല്ല അടുപ്പിച്ചിട്ടാണ് പാറ ഉള്ളത്. ഇനിയിപ്പോൾ മേലോട്ട് കയറണോ? എന്തായാലും നമുക്ക് മേലോട്ട് കയറാം. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നുണ്ട്. നമ്മളിപ്പം വന്നതിനേക്കാളും വളരെ ഭീകരമായിട്ടുള്ളൊരു ഇതാ കാണുന്നത്. അങ്ങോട്ടേക്ക് ചെറുതായിട്ട് ശരിക്കും കിടന്നിട്ട് തന്നെ പോകേണ്ടി വരും അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വവാലിനെല്ലാം കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇവിടെ തന്നെ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ നോക്കിയാലോ, നോക്കിയാലോ. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം. നിങ്ങൾക്ക് രണ്ടവണ അതിലോട്ട് പോകാനാവുക നിങ്ങളെ തടി കൊണ്ട്? ഓ, അതിനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ വലിച്ചെടുക്കേണ്ടി വരും. തടി ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടല്ലോ. കാണുന്നുണ്ട്. നിങ്ങളെപ്പോലെ പേടിയില്ലാതോ. നമുക്ക് ചെന്ന് നോക്കാം. അതല്ലേ ഞാൻ വീഡിയോ എടുക്കാൻ നിങ്ങളെ മുന്നിൽ പോടി പറഞ്ഞേ. വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ? എന്തായാലും നമുക്ക് നോക്കിയേക്കാം. മേഘ കയറിക്കോ, ധൈര്യത്തോടെ ഞാൻ പിന്നിലുണ്ട്. അത് കയറിക്കോ. പിന്നിലുണ്ടായാ മതി. അപ്പൊ അങ്ങോട്ടേക്ക് പോവാനാവോന്ന് അറിഞ്ഞൂടാ. ഒന്ന് കാണിച്ചെടുക്ക. ഇതാണ് ഫുള്ള് ഇടുങ്ങിയിട്ടുള്ള. ഇവിടം വരെ നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് വന്നത്. കുനിഞ്ഞിട്ട് നടു നല്ല വേദന. എന്തായാലും നമുക്ക് മേലോട്ടേക്ക് കയറിയാലോ? ഇതിന് കയറണോ? ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട, നമുക്ക് അപ്പുറത്തെ കയറ് പിടിച്ചിട്ടുള്ള മേലോട്ടേക്ക് പുറത്തുകൂടി കയറി ഇട്ടുണ്ട്. അങ്ങോട്ട് പോകാനാവും തോന്നുന്നില്ല. ഇതിന് നോക്കണ്ട, കാരണം ഇതിൽ കയറിയിട്ട് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നമുക്ക് മേലെ ഇത് കയറി പിടിച്ചിട്ട് ഇതിൻ്റെ പാറേൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റൂ.
അവിടെ വ്യൂ ഒക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. നമുക്ക് ഇനി മേലോട്ടേക്ക് നോക്കി നോക്കാം. ഇവിടുന്ന് എന്തായാലും ഇറങ്ങാം അല്ലേ? ഓക്കെ. തലയാട്ടും നോക്കണേ. അപ്പൊ നമ്മള് വെളിച്ചത്തിലെത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ മേലോട്ടൊക്കെ പാറയാ, കയറ് പിടിച്ച് കയറി പോണെന്നാ താഴെ ഒരുത്തരോട് ചോദിച്ചേരം പറഞ്ഞത്. എന്നാലും നമുക്ക് മേലോട്ടേക്ക് ചെന്ന് നോക്കാം. ഇരുട്ടുന്നതിന് മുന്നേ കയറി പോകുന്നതായിരിക്കും നല്ലതെന്ന് അവര് പറഞ്ഞേ. കുറച്ച് റിസ്ക്കാന്ന് പറഞ്ഞിക്ക്. എന്തായാലും കയറിയാണോന്ന് നോക്കാം പോയിട്ട്. വാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ തളർന്ന് കിടപ്പുണ്ട്. ഇവിടെ വലിയ വലിയ പാറകൾ വേറെയുണ്ട്. ആ മുന്നിൽ കാണുന്ന പാറ അത് ഫാൻറ്റൺ റോക്കാ? ആ കാണുന്നത് ഫാൻറ്റൺ റോക്കാണ്. ഇവിടെ മേലത്തെ കാഴ്ചയാണ് ഇത്. ഇപ്പം ഏകദേശം സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഇനിയിപ്പോൾ താഴെ എങ്ങനെ തിരിച്ചിറങ്ങുമെന്നാ ആലോചിക്കുന്നത്. അപ്പോൾ ഗേസ് നമ്മൾ കയറി വന്ന് ഇവിടെ ഇരിക്കുന്നതാണ്. കുറച്ച് അഡ്വഞ്ചർ എന്തായാലും കയറൊക്കെ പിടിച്ചിട്ട് മേലോട്ടേക്ക് കയറി വരണം. അത്യാവശ്യം അഡ്വഞ്ചർ ഉണ്ട്. കയറ് പിടിച്ച് കയറി വരണം. അതുപോലെ തന്നെ കുറച്ച് റിസ്ക് ആണ്. കുട്ടികളെ ഒന്നും കൂട്ടിയിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. റിസ്ക് ആണ്. മേലോട്ടേക്ക് കയറ് പിടിച്ചിട്ട് കയറി വരണം. പിന്നെ നല്ല പാറ ഇടുക്കുകളെല്ലാം ഉണ്ട്. നമ്മളിവിടുന്ന് കൈവിട്ട് പോകുന്നതാണെങ്കിൽ താഴേക്ക് തന്നെ പോവും. ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള പാറയായത്. അതാണ് കാര്യമ്പോ വലിയൊരു പ്രയാസം ഇല്ലേനു. ഇറങ്ങും എങ്ങനെയാന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അഡ്വഞ്ചറാണ് എന്തായാലും. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് വന്ന് നോക്കി, എന്തായാലും ഇഷ്ടാവും. ഈ ഒരു സമയത്തില്ലേ? ഇപ്പൊ സമയത്ത് 6 മണി കഴിഞ്ഞു. നല്ല രസമുണ്ട്. ഇവിടെ അടുത്തായിട്ട് കാണുന്ന വലിയ പാറയാണ് ഫാൻറ്റൺ റോക്കിന്റെ മുന്നിലുള്ളത് ഫാൻറ്റൺ റോക്കാണ്. അതിന്റെ ഒരു കാഴ്ചയും കാണാം. ഇവിടെ മേലോട്ടൊക്കെ ഇനിയും കയറി പോകാൻ തോന്നുന്നു. അതിലോട്ടെല്ലാം വഴി കാണുന്നുണ്ട്. നമുക്ക് അറിയില്ല, കൂടുതലായിട്ട് അറിയില്ല. ഇത്തിരി ലേറ്റ് ആയ സ്ഥിതിക്ക് നമ്മളെന്തായാലും മേലോട്ടേക്ക് കയറുന്നില്ല. ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന. ഇനി താഴോട്ടേക്ക് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള വീഡിയോ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.